നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. വിവിധയിടങ്ങളിൽ പലയിടങ്ങളിലായി മാവും പ്ലാവും അടക്കമുള്ളവ വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സജീവൻ, മോഹനൻ എന്നിവരുടെ പറമ്പുകളിലെ ജാതി മരങ്ങൾ കടപുഴകി വീണു. കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ ഇരുമ്പുവേലി പറന്നുപോയി. മരത്തോമ്പിള്ളി ഭരത ക്ഷേത്രത്തിൽ സമീപം പ്ലാവ് വീണ് 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പാലസ് റോഡിൽ 2 സ്ഥലത്ത് മരങ്ങൾ മറിഞ്ഞ് റോഡിലേക്ക് വീണു. മേലൂർ കുറ്റപ്പുറത്ത് 3 വീടുകൾ ഭാഗികമായി തകർന്നു. 20 വീട്ടുപറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. മേലൂർ പുലാനി കൂവാങ്കാട് രാജേഷിന്റെ പറമ്പിലെ ജാതിമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. മറ്റാളുകൾക്കൊന്നും തന്നെ പരിക്ക് ഏറ്റിട്ടില്ല. പക്ഷേ മിന്നൽ ചുഴിയാണ് ഇതിന് പിന്നിലെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ശക്തമായ മഴയും ഒപ്പം ഇടിയും മിന്നൽ ചുഴിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകുന്നത്. മേലൂർ പുലാനി കൂവങ്കാടൻ രാജന്റെ പറമ്പിലെ ജാതിമരം കടപുഴകി വീണിരുന്നു. തെക്കുടൻ വീട്ടിൽ ഭരതന്റെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. തെക്കുടൻ സുഭാഷിന്റെ ഓരിട്ട വീട് മുകളിൽ കവുങ്ങ് മറിഞ്ഞു വീണിട്ടുണ്ട്. കൈതക്കാട് വീട്ടുവളപ്പിൽ നിന്ന് പാകമായ വാഴകളെല്ലാം ഒടിഞ്ഞു വീണു. അതിരപ്പള്ളിയിലെ പ്രവേശന കവാടത്തിന് മുന്നിൽ മരം മറിഞ്ഞു വീണു. ഇവിടത്തെ റിസോർട്ടുകൾക്ക് മുന്നിലും മരം മറിഞ്ഞു വീണിട്ടുണ്ട്. വാഴച്ചാലിൽ നിന്നുള്ള മലക്കപ്പാറ റോഡിൽ 3 സ്ഥലങ്ങളിൽ വൻമരങ്ങൾ മറിഞ്ഞു. കോരട്ടി പഞ്ചായത്തിലെ വഴിച്ചാല്, ചെറ്റാരിക്കൽ, അതുപോലെ തന്നെ തിരുമുടിക്കുന്ന, മുട്ടപ്പുഴ എന്നിവിടങ്ങളിലുള്ള എല്ലായിടങ്ങളിലും കാറ്റ് നാശം വിതച്ചിട്ടുണ്ട്. കൊരട്ടി ഇലക്ട്രിക് സ്റ്റേഷന് കീഴിലുള്ള 17 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. 45 സ്ഥലങ്ങളിൽ വൈദ്യുത കമ്പികൾ പൊട്ടി വീണു. പ്രദേശത്ത് 300ഓളം ജാതി മരങ്ങൾ മറിഞ്ഞു. ദേശീയപാതയോരത്ത് AS ഗ്രാനൈറ്റ് സമീപവും വലിയ ഫ്ലക്സുകൾ ബോർഡുകളൊക്കെ തന്നെ മറിഞ്ഞു വീണിട്ടുണ്ട്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ചെറ്റാരിക്കൽ വഴിച്ചാൽ റോഡിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. ഗാന്ധി ഗ്രാമം ആശുപത്രിയിൽ അന്തേവാസികളുടെ വാർഡിലേക്ക് മരം കടപുഴകി വീണു. കാടുകുറ്റി പഞ്ചായത്തിലെ പാമ്പുതറ, തൈക്കുടം, കല്ലൂർ ജനിഷ എന്നിവിടങ്ങളിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം നിലച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതിന് സാധ്യതയായി ഭാഗമായാണ് ഇത്തരം മിന്നൽ ചുഴിയൊക്കെ തന്നെ രൂപപ്പെട്ടത്. 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി മാത്തോട്ട, അരീക്കോട് ഭാഗത്തുള്ള ട്രാക്കിലേക്ക് 3 മരങ്ങൾക്കൊപ്പം വീണ അലൂമിനിയം ഷീറ്റ് ട്രാക്കിന് മുകളിലെ വൈദ്യുത ലൈനിൽ വന്നു വീണാണ് തീപ്പൊരി ഉണ്ടായത്. വൻ അപകടം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വൻ അപകടം തലനാഴിഴയ്ക്ക് ഒഴിവായി. അപകടമുണ്ടായ സ്ഥലത്ത് 200 മീറ്ററോളം അകലെ തിരുനെൽവേലി ജാഗാർ എക്സ്പ്രസ് നിർത്തുകയായിരുന്നു. നാട്ടുകാർ അപായ സൈറൺ മുഴക്കിയതോടുകൂടിയാണ് ട്രെയിൻ നിർത്തിയത്. ഇതോടെ ട്രെയിൻ ഗതാഗതം താറുമാറായി. പലയിടത്തും ട്രെയിനുകൾ പിടിച്ചിട്ടു. ട്രെയിനുകൾ വൈകി ഓട്ടം തുടരുകയാണ്. പലയിടങ്ങളിലും ട്രെയിനുകൾ വൈകിയോടുകയാണ്. വൈദ്യുത ലൈൻ പൊട്ടിയതോടുകൂടി ട്രാക്കിലും ട്രെയിനുകളിലും പൂർണ്ണമായും ഇരുട്ട് ഉണ്ടാവുകയുണ്ടായി. വൈകിട്ട് 6:55 ചുഴലിക്കാറ്റ് പോലെ അതിശക്തമായ കാറ്റ് വീശിയടിച്ചത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്റ്റേഷൻ മാനേജർ CK ഹരീഷിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും വൈദ്യുത ലൈൻ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള OHE ഇൻസ്പെക്ടർമാരും സ്ഥലത്ത് എത്തിയിരുന്നു.